വെൽക്കം ബാക്ക് ടു ബണ്ണൂസ് ടൈം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം നമ്മളിത് അടുത്ത വർഷത്തിലോട്ട് ഇങ്ങ് ചാടി. നമ്മൾ 2022 കഴിഞ്ഞ ഓണത്തില് ഒരു ബനാന പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബനാന പൈസ ആണോ? അതെ, ബനാന പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളിത് ഒരു വട്ടം ഇങ്ങോട്ട് ചാടി 2023 ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ ക്യാരറ്റ് പൈസയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയല്ലോ. വളരെ ക്രീമിയാണ്, നല്ല ടേസ്റ്റിയാണ്. മുതിർന്നവർക്കും കൊച്ചു കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പായസമാണ്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം അതെ, ക്യാരറ്റ് പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ നല്ല 3 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലൊരു ഉരുളി വെച്ചിട്ട് ആ ഉരുളി നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് ഈ നെയ്യ് ഒഴിക്കാവൂ, എന്നാലേ നമുക്കിത് നന്നായിട്ട് അലിഞ്ഞു കിട്ടും. എന്നിട്ട് ഈ നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇങ്ങനെ ഇത്തിരി ഇത്തിരി വെച്ച് ഇട്ട് കൊടുക്കണം, മൊത്തം ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ പതുക്കെ ഇട്ട് കൊടുക്കാനുള്ള കാരണം ഇതെൻ്റെ കയ്യിൽ പൊട്ടി വീഴുമെന്നുള്ള പേടി കാരണമാണ്. ഈ ഇട്ട് കൊടുത്ത ക്യാരറ്റ് നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഈ നെയ്യ് മൊത്തവും പിടിക്കണം. ഇത് നമ്മൾ വഴറ്റുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഈ പച്ച മണം ഒക്കെ അങ്ങ് പോകണം. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ക്യാരറ്റ് പച്ച മണമൊന്നും ഇല്ലാതെ നല്ല മണത്തോടു കൂടി കിട്ടും. ഈ നെയ്യ് ഇതിനകത്ത് മൊത്തം ആകുമ്പോൾ ഈ ഒരു കളറിൽ കിട്ടും. ഇത്രയാവുമ്പോൾ നമുക്കിനി അതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ബൗൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര എല്ലാം എത്തുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം മിക്സ് ആയിട്ട് വരണം. ഈ പഞ്ചസാര എന്നിട്ട് അലിയും. അപ്പോൾ ഇതിലെല്ലാത്തിലും ഇപ്പം അത് നല്ല രീതിയിൽ അലിഞ്ഞു വന്നിട്ടുണ്ട്. ആ ക്യാരറ്റിലായിട്ട് മൊത്തം പിടിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചസാര. ഇതിലേക്ക് നമുക്ക് നല്ല മണത്തിന് വേണ്ടി 3-4 ഏലക്ക ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളകി വരുവാണ്. അപ്പം നല്ല മണമൊക്കെ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിനകത്ത് ഞാൻ കുറച്ച് എടുത്ത് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ളതായിരുന്നു. അതിനകത്തേക്ക് നമുക്ക് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ ഇട്ടപ്പോൾ ഒത്തിരി ക്യാരറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വഴണ്ട് വന്നപ്പോൾ അതിൻ്റെ പകുതി പോലും ഇല്ല. ഈ വഴണ്ട് വന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച ക്യാരറ്റിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പെന്ന് വെച്ചാൽ ഇത് നല്ല വലിയ കപ്പാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കട്ടി നന്നായിട്ട് വേണമെങ്കിൽ പാല് കുറച്ചൊഴിച്ചാൽ മതി. കട്ടി വേണ്ട എന്നുള്ളവരാണെങ്കിൽ പാല് കൂട്ടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മളൊരു 10 മിനിറ്റ് അടുപ്പിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ പായസം കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ക്യാരറ്റ് പായസം ഭയങ്കര എളുപ്പമാണ്. അതിനകത്തേക്ക് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചേക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത്രയാണ് എടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ പകുതി ചവ്വരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചവ്വരി ഇടുമ്പോഴത്തേക്ക് ആ ചവ്വരി ഇട്ട് നമ്മൾ ഇളക്കുന്ന സമയം നമ്മുടെ പായസം ഇതുപോലെ കുറുകി കിട്ടും. ഭയങ്കര എളുപ്പമല്ലേ ഈ പായസം ഉണ്ടാക്കാൻ. നമ്മുടെ പായസം ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളിങ്ങനെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഇത് 10 മിനിറ്റോളം ഇളക്കി കുറുക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മുടെ പായസം നന്നായിട്ട് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പായസം കണ്ട് നന്നായിട്ട് കുറുകി 10 മിനിറ്റോളം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഒരു 2-3 സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, നല്ല മധുരം ഒക്കെ കിട്ടും. ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചത് ഒരു 2-3 സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഏലക്കയും പഞ്ചസാരയും ആകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അത് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
കണ്ടോ? ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കണം. പാൻ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് 1 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് പാക്കറ്റിൽ കിട്ടുന്ന അണ്ടിപ്പരിപ്പും പിന്നെ നമ്മളുടെ മുന്തിരിയും കൂടി വറുത്തെടുക്കാം. ഞാൻ ദേ രണ്ടും വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഈ വറുത്ത് കോരി എടുത്ത് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ദേ അതങ്ങോട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ പായസം റെഡി. ഈ ഓണത്തിനപ്പം എല്ലാവരും എൻ്റെ പായസം തന്നെ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പായസമാണ്. നല്ല ടേസ്റ്റിയാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവർക്കും എൻ്റെ വക നല്ല ഹാപ്പി ഓണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ ദേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.